ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ കാലത്ത് തഹാരിയൊക്കെ കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അതൊക്കെ ഇനിയിപ്പോൾ വൈകുന്നേരമായി. ഞങ്ങളപ്പോൾ കുറച്ച് വില്ലേജൊക്കെ ഉണ്ട്, അതായത് പക്ക ഒരു ഗ്രാമങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ എങ്ങനെ എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ഫോഴ്സിന്റെ ഇത് ഇവിടെ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് ഒന്നും ഇല്ല. ഇവിടെ കൂടുതലും ഇത് വണ്ടിയാണ്. ഇതിനകത്ത് തട്ടിയിട്ട് 25 പേരൊക്കെ ആവും. ചില സമയത്ത് ഇതിന്റെ മേളിലും ആൾക്കാർ കയറി ഇരിക്കാറുണ്ട്. അടുത്ത വണ്ടി ഓപ്പോസിറ്റ് ആ ഡോർ തുറന്ന് ലോക്കില്ല. അയാൾ പിടിച്ചു വെച്ചേക്കുക ഒരു കൈ കൊണ്ട് ഡോറ് പിടിച്ചു വെച്ചേക്കുക. അതിന്റെ അടുത്ത് പോടാ. ബാക്കില് കയറുകൊണ്ട് കെട്ടി. അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ബാക്കിൽ കയറ് വെച്ച് കെട്ടിയേക്കാണ്. ഫ്രണ്ടിലത്തെ ഡ്രൈവറുടെ ഡോറ് അത് ലോക്കൊന്നുമില്ല. ഡ്രൈവർ ഒരു കൈ കൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഒരു കൈ കൊണ്ട് ഡോറ് പിടിച്ചേക്കുക. ഈ വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലെ മിനിമം 50,000 രൂപ ഫൈനടി. പുള്ളി താങ്ങി നിർത്തിയിട്ടാണ് ഓടിക്കണത്, ഒരു കൈ വെച്ച ഡ്രൈവർ. സ്റ്റിക്കർ ഒട്ടിച്ചാ ഫൈന. നമ്പർ പ്ലേറ്റ് തെളിഞ്ഞിട്ടില്ല, നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാനില്ല. ഇവിടെ ബ്രേക്ക് ലൈറ്റ് ഇല്ല. ഇവിടെ ഇതൊന്നും വിഷയമില്ല, ബ്രേക്ക് ലൈറ്റ് ഇല്ല. ഇവിടുത്തെ ഓരോ ജീവിത രീതികളും ഓരോരുത്തരുടെ കച്ചവടവും ഒക്കെ കാണാം. ഇവിടുന്ന് ലെഫ്റ്റ്, ഇത് ഇവിടുത്തെ ചെറിയൊരു ടൗണാണ്. അവിടെ കയറ്റിയിടുക. പുള്ളിക്ക് ഇറങ്ങാൻ എളുപ്പത്തിലാന്ന് ഡോറിന്റെ ലോക്കൊന്നുമില്ല. കിന്നേരത്തിനകത്ത് ജഗതിയൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞ അംബേദ്കറിന്റെ ഷൂ എന്ന് പറഞ്ഞു. നമുക്ക് എങ്ങോട്ടോ? ലെഫ്റ്റ് അല്ലേ? ഇത് ഇവിടുത്തെ LP സ്കൂളാണ്. LP സ്കൂളൊക്കെ നോക്കിയാ കിടക്കണത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സ്കൂളുണ്ടോ? ഇത് ആൾക്കാരൊക്കെ മേളിലേക്ക് ഇരുന്നാണ് വന്നത്. കൊച്ചു കൊച്ചികൾ. ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ് എന്താന്ന് അറിയില്ല. ഇല്ല, എന്താ ഇവിടെ ഒരു 10-50 ആൾക്കാർക്ക് പോവാന് നമ്മുടെ നാട്ടിലൊക്കെ ടൂറിസ്റ്റ് ബസ് അല്ലേ ഫംഗ്ഷനൊക്കെ പോകും. അതെ അതെ. ഇവിടെ വലിയ ലോറിയാണ്, പാണ്ടി ലോറി. തീർത്ഥാടന യാത്ര, കല്യാണ യാത്ര, ഫംഗ്ഷൻ എല്ലാത്തിനും വലിയ പാണ്ടി ലോറിയാണ്. ഇതൊരു സ്കൂളാണ്, LP സ്കൂളാണ്. ഏത് ഇതല്ലേ? ഈ മതില് ഇതൊക്കെ സ്കൂളാണ് കേട്ടോ. പിള്ളേരൊക്കെ ഇരിക്കണ നോക്കി. ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ്. ഇത് ഇവിടുത്തെ ഗ്രാമത്തിലെ ബ്രാഞ്ച്, SBI ബ്രാഞ്ച്. SBI ഇവിടുത്തെ ആകെയുള്ള ഒരു ബ്രാഞ്ചാണ് ഗ്രാമത്തിലെ. അതല്ല ഗ്രാമത്തിലെ മെയിൻ ഒരു കാഴ്ചയാണ് ഇതൊക്കെ. പ്രഭാത കർമ്മങ്ങൾ റോഡില് വെളിക്കിരിക്കാന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. ഇവിടെ റോഡ് സൈഡിലൊക്കെയാണ് ആൾക്കാര് ഇരിക്കണത്. ബാത്റൂം ഒന്നും ഇവിടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിലെ ഇതാണ് വീടുകൾ, ഇവിടുത്തെ ആൾക്കാരും. ഇവിടുത്തെ മെയിൻ പള്ളിയാണ്. ഞങ്ങളിവിടെ സ്ഥിരം വരാനുള്ളത്. അത് ശരി. ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. കിട്ടുമോ അവിടെ വെച്ചാ? എല്ലാം കിട്ടും. ഇത് വൈഡാടാ, നല്ല വൈഡാ. ഗ്രാമത്തിലെ മെയിൻ സെന്റർ. നമുക്ക് ഇതിവിടെ ഇറങ്ങാടാ. ഇവിടെ നിർത്തി വണ്ടി ഒന്ന് നിർത്ത്. നമുക്ക് ഇവിടെ ഒന്ന് ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെയാണ് ഇരിക്കണതൊക്കെ. ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. നിർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ്. അമ്പലങ്ങൾ വീടുകളിലെക്കാളും കൂടുതൽ അമ്പലം. ശരി. എന്തായാലും കാറിൽ നിന്നൊന്ന് ഇറങ്ങി. ഇത് പക്ക ഒരു വില്ലേജാണ് ഇത്.
ആൾക്കാരൊക്കെ നോക്കിയാണല്ലോ. ആൾക്കാരൊക്കെ ഭയങ്കര അതിശയത്തോടെ നോക്കി. എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കിയാണ്. ഇത് ഇവിടത്തെയൊക്കെ മെയിനായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇത്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയാലോ? ഈ ഇത്രയും ഉൾഗ്രാമങ്ങളായി ഗവൺമെന്റ് കുറെ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അത് ശരിയാണ്. ഇത് ഇവിടുത്തെ പന്നി നല്ല വലിയ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് ഇവരുടെ വാട്ടർ ഫെസിലിറ്റിക്ക്. അത് ശരിയാണ്. ഇവിടെ കോൺക്രീറ്റ് വീടുകളൊക്കെ കുറവാകും. മിക്ക എല്ലാവരും ഈ ഷീറ്റ് വെച്ച് കല്ലടുക്കി വെച്ചിട്ടുള്ള വീടുകൾ, പാറ അടുക്കി. പിള്ളേരൊക്കെ കളിക്കണുണ്ട് അമ്പലത്തിന്റെ ബാക്ക് സൈഡ്. ഹായ്. അതൊക്കെ കേട്ടില്ല. നമുക്ക് ഇവിടെ പിള്ളേരെ കളികളൊന്നും കാണാം. നമസ്കാരം. ക്യാമറ ಇದು GoPro ಚಿನ್ನ ಕ್ಯಾಮರಾ ಸ್ಮಾಲ್ ಕ್ಯಾಮರಾ ಸರಿ ಅದು ತಗೊಳ್ಳಿದ್ರಿ ಫೋಟೋದು ರೆಕಾರ್ಡಿಂಗ್ ವಿಡಿಯೋ ರೆಕಾರ್ಡಿಂಗ್ എടാ നിങ്ങളൊക്കെ കണ്ടപ്പോ പേടിച്ചോടി പിള്ളേര്. എടാ നിങ്ങളെ കണ്ടപ്പോ പിള്ളേര് പേടിച്ചോടിയതാണത്. ആ എന്റെ പൊന്നെ വാ നമുക്ക് പോവാ. തല്ല് കിട്ടുമെന്നാവോ? ഗൈസ് ഇവരെല്ലാരും കൂടി വന്നപ്പോ പിള്ളേര് പേടിച്ചോടി. ഇതേ ഓടണ്. അതെ വന്നല്ല. ഓ താഴെ നമ്മള് പണ്ടൊക്കെ ബീച്ചില് അല്ല ഈ വലിയ ഞങ്ങളുടെ അവിടെ അഴീക്കെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് തുറമുഖത്ത് കാല് കുത്താൻ പറ്റത്തില്ല. അവസ്ഥയല്ലേ ഇപ്പൊന്നുമില്ല. ഇവിടെ വഴിയഴിയില്ല, വഴി നീള. ശരി. ഇവിടുത്തെ വീടുകളുണ്ട് ഷീറ്റൊക്കെ വെച്ച് സെറ്റ്. ഒന്നോ രണ്ടോ വീടൊക്കെ മാത്രമേ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തില്ല വാർക്ക വീടൊക്കെ ഉള്ളു. ബാക്കിയൊക്കെ മേളിൽ ഷീറ്റൊക്കെ വെച്ചിട്ടാണ്. ഇവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കണ വണ്ടിയാണ്. വണ്ടിയല്ല എന്തോ ട്രാക്ടർ അല്ല കൊയ്യാൻ ഉപയോഗിക്കുന്നത്. ക്യാമറ ക്യാമറ റെക്കോർഡിങ്. പക്ഷെ എന്റെ പോലെ പിള്ളേരൊക്കെ പോയിട്ടല്ല. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയില്ല. ട്രാക്ടറിന്റെ എഞ്ചിനാണ് ഈ കാണുന്നത്. അളിയാ ഒന്ന് പിടിച്ചേ, ഞാൻ ട്രാക്ടറിലൊന്ന് ഇരുന്ന് നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ മെയിൻ വണ്ടി. കൊയ്ത്ത് വണ്ടിയാ. കൊയ്ത്ത് വണ്ടി അല്ലേ? ആക്സിലേറ്റർ ഉണ്ട്, ക്ലച്ചും ഗിയറും. നമസ്കാരം. बैट बॉल കാളം
എടാ നിന്നെ കളിയാക്കേ ചേട്ടാ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ സ്റ്റാർട്ട്. ഇതിങ്ങനെ കറക്കിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത് എൻജിൻ. ആ അതെ സ്റ്റാർട്ട്. നമുക്ക് വേണ്ടി ചേട്ടൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തന്നെയാണ് കേട്ടോ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പോണ്. പിള്ളേര് യൂട്യൂബിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ അതേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കുകയാണ്. ഒരു ചേട്ടനെ വിളിച്ച മൊബൈലിൽ നിന്ന് അവർ സബ്സ്ക്രൈബ് ചെയ്യിക്കുകയാണ് അവർക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. സച്ചേനാ ಎಲ್ಲಿಯರ್ ಹೋಗಿ ತಗೊಂಬಂದಿರೋದು ಅದು ಯಾವ್ದು ಯಾವ್ದು ನಮ್ಮ ಚಾನಲ್ ಏಜಾ ಲೈಫ್ ಪ್ಯಾಕೆಟ್ ಏಜಾ ಹಾಯ್ ಅವರಿಗೆ ಎಲ್ಲರಿಗೂ ಕೂಡ എല്ലാവർക്കും ബിസ്ക്കറ്റ് അറിയ തന്നെ കൊടുത്തേ അവർക്ക് ബിസ്ക്കറ്റ്. ഇത് കറങ്ങി നമ്മൾ കോരങ്ങന്മാരും ഉണ്ടല്ലേ. വണ്ടി പോകും ഗ്യാപ്പ് ഉണ്ട്. കല്ല് നോക്കട്ടോ. കല്ല് വെച്ചിട്ടുള്ള ഇതൊക്കെ ചുമ്മാതെ വെച്ചേക്കുണ്ടോ? ഓ എന്റെ പൊന്നെ വേസ്റ്റ് നോക്കി. പന്നിക്കൂട്ടങ്ങള് ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് കേട്ടോ. ഇവർക്കൊന്നും ഇത് പുത്തിരിയല്ല. പുറത്തുനിന്ന് വരുമ്പോ നമുക്ക് ഇവിടുത്തെ ഇത് കല്ലൊക്കെ വെച്ച് വീട് മതിലൊക്കെ അടുക്കി വെച്ചേക്കണത്. വെള്ളം എടുക്കുന്നുണ്ടോ? വെള്ളം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയുണ്ട് ഇതൊക്കെ. നമുക്ക് പിള്ളേർക്ക് ബിസ്ക്കറ്റ് കൊടുത്താലോ? കുഞ്ഞു പിള്ളേരാണ്. ആ പിള്ളേർക്ക് ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വണ്ടി ഇറങ്ങിട്ടേ കൊടുക്കണം. ചുമ്മാ കൊണ്ട് കൊടുത്താലേ. വലിയ വലിയ വീടായല്ലോ. തിരിച്ചു പോകേണ്ട വഴി അറിയാം. നമ്മള് വേറെ വഴി ചെന്ന് കയറും. വേറെ വഴി ചെന്ന് നീ പൊക്കോ. പിള്ളേർക്ക് കൊടുക്കായിരുന്നല്ലോ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങി നമുക്ക് ആ പിള്ളേർക്ക് ആ ബിസ്ക്കറ്റ് കൂടി ഒന്ന് കൊടുക്കാം. ഇതാ കുഞ്ഞു കൊച്ചുങ്ങൾ. മേടിച്ചോ മേടിച്ചോ. കൊടുത്തോ. ദേവന്നി അയ്യോ തീരാറായ. ഹായ് ബൈ കൊടുത്തോ. അത് ഒരു കുഞ്ഞു കൊച്ചു തന്നെ അതിനോട് വെച്ചു. ബിസ്ക്കറ്റ് എല്ലാവർക്കും കൂടെ കൊടുത്തോ? പൊട്ടിച്ച് എല്ലാവർക്കും ഓക്കെ. രസമാണല്ലേ പിള്ളേരെ. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ്
ബിസ്ക്കറ്റ് പോത്ത് ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് ട്ടോ. ആ കാളയുടെ കൊമ്പിന്റെ സൈസ് നോക്കിയാലേ അയ്യോ കുത്തോ കൊമ്പോക്കി എന്റെ പൊന്നെ വീടിന്റെ സെറ്റപ്പ്. ഇത് എന്താ സംഭവം? ഇത് കല്ലാണ് ഇത്. ഇത് ഫുള്ള് കല്ലടിക്കും. കല്ല് വമ്പ സെറ്റപ്പിലെ വീടാണ്. ആ ഇവിടുത്തെ പണക്കാരായിരിക്കുമല്ലോ ഇതൊക്കെ. പ്രമാണികളുടെ വീടാണ്. വേസ്റ്റും അതേപോലെ പന്നികളൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് ട്ടോ. അളിയാ ഇവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആളിയാ. നമ്മുടെയൊക്കെ നാട്ടില് ഇങ്ങനെയുള്ള ഉൾപ്രദേശം ഒന്നും കാണാൻ കിട്ടത്തില്ല. പിന്നെ തീർച്ചയായും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. വഴിയേരിയിലാണ് തുണി. ഓക്കെ ഓക്കെ പോന്നോ എടുത്തോ ഇപ്പൊ വേസ്റ്റൊക്കെ നോക്കിയേ ഇവിടുത്തെ. തിരിയുന്നു. നമ്മളിപ്പം ഗ്രാമമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മെയിൻ റോഡിലേക്ക് പോവാണ്. ഓ മെയിൻ റോഡ് എത്തിയല്ലേ? നേരത്തെ കണ്ടതൊക്കെയാണ് ട്ടോ ഇവിടുത്തെ ഗ്രാമങ്ങൾ. ഇപ്പൊ അതെ നേരെ ഇനി റോഡ് പോണത് മെയിൻ റോഡിലേക്കാണ്. പോന്നോ? ജസ്റ്റ് മിസ് കേട്ടോ. എന്തുന്നാ? ഓ വണ്ടി കയറി ഇനി നേരെ മെയിൻ റോഡിലേക്ക് പോവുകയാണ്. വേഗം എടുത്തോ. അതിന്റെ കൊമ്പൊക്കെ കൊണ്ട് സ്ക്രാച്ച് ആവുന്നുണ്ട്. കൊമ്പൊക്കെ രക്ഷയില്ലാത്ത കൊമ്പ്. എന്തായാലും സംഭവം കൊള്ളാട്ടോ. ആ ഗ്രാമത്തിലേക്ക് വന്നതൊക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? മനുഷ്യരായിട്ടുള്ളവരെല്ലാരും ഒന്ന് കാണണം. ശരിക്കും ഉണ്ടല്ലോ നമുക്ക് സൗകര്യം പോരാ അതുപോലെ ഇത് പോരാന്നൊക്കെ പറയണ്ടല്ലോ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ ലൈഫ് എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാ അല്ലേ? നമ്മളും ഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ടേ. പിന്നെ കേരളത്തിലെ ഗ്രാമമൊക്കെ എന്താ പിന്നെ ഡെവലപ്പ് ആയതാണ്. പോത്തുകൾ അപ്പുറം ഇപ്പുറം പോത്ത്. കൊമ്പിന്റെ ഒക്കെ സൈസ് ഉണ്ടോ? ശരിക്കും ഇങ്ങനത്തെ കാഴ്ചയൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കാണണം. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ടി വിയിലൊക്കെ അല്ല കാണുന്നത്. നേരിട്ട് കാണുന്ന ഒരു എഫക്റ്റ് അത് വേറൊരു ഇത് തന്നെ.